ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ്. ഞാനിപ്പം വീട്ടിൽ വന്നിട്ട് ദാണ്ട ഇവിടെ ഇരുന്ന് ഈ ചാനലുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം കാണാം നമ്മുടെ ഹേമസുധയുടെ ചാനൽ കണ്ട്. ഹേമസുധ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി, നല്ല ഡ്രസ്സ് ഒക്കെ വാങ്ങി, നൈറ്റിയും ടോപ്പും ഒക്കെ ചുരിദാർ മെറ്റീരിയൽസൊക്കെ വാങ്ങി വിൽപ്പന തുടങ്ങി. നല്ല കാര്യം. അങ്ങനെ പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടണം, എന്നിട്ട് വിജയിക്കണം. ആ സംരംഭങ്ങളൊക്കെ വിജയിക്കും തോറും നമ്മൾ ജീവിതവും വിജയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കണ്ട് എനിക്കും ഒരു സെൽഫ് മോട്ടിവേഷനാണ് കിട്ടിയത്. സന്തോഷം. ഞാൻ ഒന്നും തുടങ്ങുന്നില്ല, എന്നാലും എനിക്കത് കണ്ടപ്പം വളരെ സന്തോഷം. നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരെ നല്ല എൻകറേജ് ചെയ്യുകയും വേണം. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. അങ്ങനെ ഭാവിയിൽ വാങ്ങിക്കാം. ആദ്യം തുടങ്ങിയതല്ലേ ഉള്ളൂ, എല്ലാമൊക്കെ റെഡിയായി വരട്ടെ. എന്തായാലും സന്തോഷമുണ്ട്. നല്ല വിജയിച്ച് മിടുക്കിയായിട്ട് വരട്ടെ. ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. എനിക്ക് ഒരു ലൈക്ക് തരുന്നത് അവർ എനിക്ക് ലൈക്ക് തരും, ഞാൻ അവർക്ക് ലൈക്ക് കൊടുക്കും. അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ദിക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ചാനൽ കണ്ടില്ലെങ്കിലും കണ്ടാലും ഞാൻ അവരുടെയൊക്കെ ചാനലുകൾ കാണാറുണ്ട്. കാണുന്നതിന് ചിലതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കാറുമുണ്ട്. എൻ്റെ ചാനലുകൾ ആര് കാണുന്നോ ഇല്ലയോ അതൊന്നും എനിക്കിപ്പോൾ വിഷയമല്ല. ഞാൻ ഇന്ന് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ചെയ്തുകൂടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ചിലത് അത് അത്ര പോരാ എന്ന് തോന്നുമ്പോൾ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. ആരും വ്യൂസൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യരുതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് പറയേണ്ടെന്ന് തോന്നി, പിന്നെ വീണ്ടും വിചാരിച്ചു അത് പറയണം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കാണാം നമ്മുടെ യൂട്യൂബിലെല്ലാം കിടക്കുന്ന ഒരു വീഡിയോ. നമ്മുടെ ദിലീപിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ബസ്സിൽ ചിലവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല, ഒരു പെൺകുട്ടിക്ക്. പിന്നെ ചില ആളുകളൊക്കെ അതിൽ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു എന്നാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അവർ എന്തു തന്നെ ആയാലും നല്ല നടനാണ്. എത്ര നല്ല സിനിമകളാണ് ഇറങ്ങിയത്. നമ്മൾ എത്ര എണ്ണം കണ്ടിരിക്കുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര നല്ല കോമഡി പടങ്ങൾ, നല്ല നല്ല പിന്നെ നല്ല കഥയുള്ള നല്ല സീരിയസ് എല്ലാം സിനിമകളും. കൊച്ചി രാജാവൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ കണ്ടാലും മടുക്കത്തില്ല. അങ്ങനെ എത്ര എണ്ണം ഇറങ്ങിയിരിക്കുന്നു, അതെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല കലാകാരനെയും നല്ല കലയും നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. ബാക്കിയൊക്കെ എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും കൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടും, അറിഞ്ഞും അറിയാതെയൊക്കെ. അത് കുറേയൊക്കെ അങ്ങ് കളയുക, അത്രയേ ഉള്ളൂ. പിന്നെ തെറ്റുകളൊക്കെ ചെയ്യാത്തതായിട്ട് ആരുമില്ല. നമുക്ക് നല്ല കലയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ പടം കാണുന്നതിൽ യാതൊരു വിരോധവും മനസ്സിൽ വയ്ക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാം അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്രയും നല്ല എത്ര നല്ല സിനിമകളാണ് വന്നിരിക്കുന്നത്. അതിലെ എത്ര വെറൈറ്റി ക്യാരക്ടേഴ്സുണ്ട്. അതെല്ലാം നമ്മളെ എത്രമാത്രം അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷവും നമുക്ക് കിട്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല റോളുകളായിരുന്നു അതെല്ലാം. നമ്മളതെല്ലാം നല്ലതുപോലെ ആസ്വദിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്തെങ്കിലും കുറ്റങ്ങൾ, മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും കുഞ്ഞ് കാര്യങ്ങളായാലും കുറ്റങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അതങ്ങ് ആദ്യമേ അതങ്ങ് പറഞ്ഞ് തെറ്റുകൾ മാത്രം കാണാനായിട്ടുള്ള അത് ശരിയല്ല. നമ്മൾ എല്ലാവർക്കും തെറ്റ് വരും. നോബഡി ഈസ് ഇൻഫാളിബിൾ എന്ന് പറയും. അങ്ങനെ മുമ്പൊക്കെ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പം സെൻറ്റൻസ് മേക്കിങ്ങിനൊക്കെ സാറ് പഠിപ്പിക്കുന്നതാണ്. എല്ലാവരും തെറ്റുകൾക്ക് അതീതരാണ്, തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുമില്ല. അപ്പം നമ്മൾ കലാകാരന് എപ്പോഴും അതിൻ്റെ പ്രോത്സാഹനം കൊടുക്കണം. സിനിമ കാണുന്നവർ കാണുക, കാണാത്തവർ കാണണ്ട, അത്രയേ ഉള്ളൂ. നമുക്കിഷ്ടമാണെങ്കിൽ നമ്മൾ കാണുക, ഇതേ ഉള്ളൂ കാര്യം. അങ്ങനെ
അതിങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തൊരു കാര്യം വേണേലും നമുക്ക് അഭിപ്രായം പറയാമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കൂട്ടുകാരെ, ഞാൻ മിക്കവരുടെയും ചാനലൊക്കെ കാണാറുണ്ട്. എന്നാലും ഇപ്പോൾ ഒരുപാടൊന്നും കാണുന്നില്ല. ഫേസ്ബുക്കിൽ ഒരുപാട് കൂട്ടുകാർ നമുക്ക് നല്ല മോട്ടിവേഷനൊക്കെ തരുന്നുണ്ട്. അത് മാത്രമല്ല, ചിലരുടെയൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ച് നമുക്ക് നല്ല എൻ്റർടൈൻമെൻറ്റാണ് കിട്ടുന്നത്. അത് കാരണം അതിലോട്ടങ്ങ് എൻഗേജഡായങ്ങ് ഇരിക്കുക. നല്ല രസമാണ്. നല്ല സാഹിത്യ ഒക്കെ എഴുതി നമുക്കങ്ങ് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല റൈറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ല വലിയ വലിയ ആളുകളുടെയൊക്കെ ഇത് വരുന്നത് കൊണ്ട് ഞാൻ അതൊക്കെ വായിച്ചും കേട്ടും പറഞ്ഞുമൊക്കെ ഇങ്ങനെ അങ്ങ് വീട്ടിൽ വന്നിട്ട് സമയം കളയുന്നു. ഞാൻ ബിസിനസ്സും ഒന്നും തുടങ്ങുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു നാക്കുണ്ടൊരു തന്ത്രം. ഓരോ ബിസിനസ്സിന് ഒരു ബിസിനസ് നാക്കുണ്ട്. അത് നമ്മൾ നല്ല സ്വായത്തമാക്കിയിട്ട് എന്ത് കാര്യം തുടങ്ങിയിട്ടും കാര്യമുള്ളൂ. ഇപ്പം ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒന്നും ഒരു മേൽഗതിയാവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും പച്ച പിടിക്കുമോ എന്നുള്ള ചിന്തയിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കോമണായിട്ട് പറയുക എല്ലാം ചെയ്യുന്നതിനായിട്ട് ഈ ചാനൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുന്നു. അപ്പോൾ കേട്ട കൂട്ടുകാരെ, വെറുതെ ഇന്ന് ഒരു കുഞ്ഞു കാര്യവുമായിട്ട് വന്നതാണ്. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ നടന്നു വന്ന് ഞാൻ കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങി. കാരണം എൻ്റെ മോനൊരു സാധനം വേണമെന്ന് പറഞ്ഞ് അവന് എല്ലാ ആൺപിള്ളേർക്കും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഉള്ള ഒരു കുഴപ്പമാണ് ഈ പിള്ളേർക്ക് ഈ ബിരിയാണി, ഈ ഫ്രൈഡ് റൈസ്, പിന്നെ അത് മാത്രമല്ല സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തോന്ന്, ഷവർമ്മ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ പിള്ളേർക്ക് ചെല്ലത്തുള്ളൂ, അങ്ങോട്ട് കഴിക്കും. പണ്ട് നമ്മൾ കൊച്ചുനാളിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ചോറും ഇച്ചിരി മീൻകറിയും ഇച്ചിരി കപ്പയും ഇങ്ങനെയൊക്കെ തന്ന് നമ്മളെ ഉരുട്ടി പുരട്ടി വളർത്തി ഇങ്ങനെ അങ്ങ് നമ്മൾ എന്ത് സാഹചര്യവും തരണം ചെയ്ത് ഉള്ളതൊക്കെ കൊണ്ട് ഓണം പോലെ ജീവിച്ചു തരുന്ന കൊച്ചു പിള്ളേരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള പിള്ളേരെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒരു രീതിയിലും ഉരുട്ടി പുരട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിള്ളേരെല്ലാം ഇപ്പം ഈ പഠിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിക്കുന്നതിനാണ്. അപ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു സാധനം വേണമെന്ന്. പറഞ്ഞതൊന്നുമല്ല, ഇത് വേണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനമെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിലൊരു പേരും പറഞ്ഞ് ഞാനത് ഓർത്തില്ല. ഞാൻ മൊബൈലിൽ കിടന്ന് വാട്സപ്പ് നോക്കിയാണത് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെയാണ് കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങിയത്. അത് ഉള്ളത് അതിൻ്റെ വെറൈറ്റി ടേസ്റ്റാണെന്ന് പോലും. ഈ അജിനോമോട്ടയും അതും ഇതും എല്ലാം ചേരുന്ന ചില രുചികളാണ് പിള്ളേർക്കിഷ്ടം. പിള്ളേർ ഇതിൻ്റെ വരായികളൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ ഇതിൻ്റെ രുചി പിടിച്ച് അങ്ങ് കഴിക്കുകയാണ്. പിള്ളേർ കഴിക്കട്ടെ, അവർക്കിപ്പോൾ അതൊക്കെയാണ്, അവരുടെ വയറിന് ഇതൊക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു. അന്നേരമാണ് അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചത്. ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പം കാണാം ഇവിടെ ഒരാളിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഇരുന്ന് ചായ എങ്ങാണ്ട് കുടിക്കുന്നു. എന്നെ കളിയാക്കി. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സാധനം വാങ്ങിക്കാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പി പോരുന്നു. അങ്ങനെ നമ്മുടെ പരിചയക്കാർ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണും. അങ്ങനെ അതങ്ങ് പോയി. പിന്നെ നടന്നിങ്ങ് ഇവിടെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും എല്ലാ സന്തോഷവും എല്ലാമായിട്ടുള്ള നല്ലൊരു ശുഭരാത്രി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ടാറ്റ. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.